ഇന്ന് ഇവിടെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ശ്യാംദേവ് എന്ന ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ കരുതാം. എന്നാൽ ആദ്യമേ തന്നെ പറയുകയാണ്, ഈ വീഡിയോ അത്ര പ്രോപ്പർ ആണ് എന്ന് എനിക്കോ ഞങ്ങളുടെ ടീമിനോ അഭിപ്രായമില്ല. കാരണം അതിനകത്തെ പല കാര്യങ്ങളും നമുക്ക് അത്ര കണ്ട് അറിയാൻ മേലാത്തതുകൊണ്ട്, എന്നാൽ ഒരു ബേസിക് ഐഡിയ കിട്ടും എന്നുള്ളത് മാത്രം. അങ്ങനെ ബേസിക് ഐഡിയ വേണമെന്നുള്ളവർ മാത്രം മുമ്പോട്ട് കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ചാർക്കോൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ ഉമക്കരി കൊണ്ടുള്ള ടൂത്ത് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഉമക്കരി കൊണ്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉമക്കരി കൂടാതെ അതിനൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും, സാധാരണ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വേണ്ടി വരുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ മുമ്പോട്ട് കാണിക്കുന്നത്. അതും നമ്മൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ പ്രയോഗിച്ച് നോക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു പ്രൊഡക്ഷൻ ലൈനിന്റെ വീഡിയോയുമുണ്ട്, അതും ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് ഒരു ചെറിയ ഫോർമുല മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. സോഡിയം ബൈകാർബണേറ്റ് 10 ഗ്രാം എടുക്കുക, സോഡിയം ക്ലോറൈഡ് 7.5 ഗ്രാം എടുക്കുക, കാൽസ്യം കാർബണേറ്റ് 11 ഗ്രാം എടുക്കുക, സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ് 2.5 ഗ്രാം എടുക്കുക, സോഡിയം ലോറൽ സൾഫേറ്റ് 4 ഗ്രാം എടുക്കുക. പിന്നെ അതിന്റെ കൂടെ ഇവിടെ കാണിക്കാത്ത ഒരു സാധനം കൂടെ ഉണ്ട്, ഉമക്കരി കൊണ്ടുള്ള പൊടി അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഉമക്കരി 20 ഗ്രാം എടുക്കുക. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ഗ്ലൂക്കോസ് 7.5 ഗ്രാം എടുക്കുക, ഗ്ലിസറിൻ 5 ഗ്രാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കുക. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് വാട്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പഠിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫോർമുല കണ്ടെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരോട് സംസാരിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഏകദേശം 70 ഗ്രാം ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. കൂടാതെ പ്രൊഡക്ഷൻ ലൈനും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഷീനറീസ് ആണ്. മെഷീനറിയുടെയും ഒരു ഐഡിയ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ബേസിക് ഐഡിയ മാത്രമാണ്. ഇവിടെ നമ്മൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണുള്ളത്. ഇവിടെ ആയുർവേദിക് പേസ്റ്റ് മേക്കിംഗ് മെഷീൻ ആണ് നമ്മൾ നോക്കുന്നത്. പല ഗ്രേഡിലുള്ള പല റേഞ്ചിലുള്ള സാധനം കാണാനുണ്ട്. 18 ലക്ഷം, 12.5 ലക്ഷം, 1.5 ലക്ഷം, 32.09 ലക്ഷം, അങ്ങനെ നല്ല വില കൂടിയ ഇല്ലെങ്കിൽ നല്ല റേഞ്ചിലുള്ള മെഷീനുകൾ തന്നെയാണ് ഇതിനുള്ളത്. എന്നാൽ പോലും നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ചെറുതൊരെണ്ണം എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് ആ സുഹൃത്തിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി, അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള കാണുന്നവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. ടൂത്ത് പേസ്റ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് അനിമേഷൻ ഗ്രേഡ് സെമി ഓട്ടോമാറ്റിക് ആണ്. 1.50 lakh ആണ് ഇതിന്റെ വില. പ്ലസ് ഇതിന്റെ GST വരും, ട്രാൻസ്പോർട്ടേഷൻ വരും. ഇത് യഷ്
ഫാർമ മെഷീനറീസ് ഗുജറാത്ത് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് നോക്കുക. ഇനി നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യേണ്ടി വരും. പാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള റീഫിൽ പാക്ക് വേണ്ടി വരും. ആ റീഫിൽ പാക്കുകളുടെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഇവിടെ 3 രൂപ 75 പൈസ, 8 രൂപ, 1 രൂപ 40 പൈസ, 2 രൂപ, 10 രൂപയുടെ ഞാൻ നോക്കുന്നില്ല, 2 രൂപ, 1 രൂപ 50 പൈസ, 2 രൂപ, ഇത്തരത്തിലാണ് ഈ പാക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇത് ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അതിനുശേഷം ഈ ടൂത്ത് പേസ്റ്റ് നമുക്ക് പാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പാക്ക് ചെയ്യണമെങ്കിൽ മെഷീൻ വേണ്ടി വരും. അതിന് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള മെഷീൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം മാത്രമേ അതിനു വേണ്ടി മുൻപോട്ട് പോകാവുള്ളൂ. ഇവിടെ 27,000 രൂപ, 2,25,000 രൂപ, 54,500 രൂപ, 86,500 രൂപ, ഇത്തരത്തിലുള്ള മെഷീനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരാള് നിരന്തരം നമ്മളോട് ചോദിച്ചിരുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രോപ്പർ അല്ല, 100% ഞങ്ങൾ സമ്മതിക്കുന്നു ഇത് പ്രോപ്പർ അല്ല എന്ന്. എന്നാൽ ഇതുമായിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ച് മാത്രം ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ശ്യാംദേവിനും മറ്റുള്ളവർക്കും ഉപകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഉപകരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.